അപ്പൊ ഇനിയിപ്പോ കല്യാണത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പൊ ഒരുപാട് പോസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മള് കഴിഞ്ഞ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിരുന്നു കല്യാണം കഴിക്കാൻ ഉടനെ കല്യാണം കഴിക്കാൻ പോകാൻ പറ്റി. എന്താണ് ഇപ്പൊ പുതിയൊരു അതിനെപ്പറ്റി ഇവൻ പറഞ്ഞിട്ട് ഞാൻ പറയാം, നിനക്ക് കുറച്ച് അറിയാലോ നിന്റെ കല്യാണം. ഒരുപാട് പ്രപ്പോസൽ വരുന്നുണ്ട്, ഒരുപാട് പെണ്ണുങ്ങൾ വിളിച്ച് വരുത്തിച്ചിട്ട് കളിയാക്കി വിടുന്നുണ്ട്. അപ്പൊ കൂടുതൽ ഞാനൊന്നും പറയാണ്ടിരിക്കാൻ നല്ലത്. പിന്നെ ഇവന് 23 വയസ്സായിട്ടുള്ളൂ, എനിക്ക് 30 വയസ്സായി, ഞാനിപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. മനസ്സിലായി? അപ്പൊ ആദ്യം കല്യാണം കഴിക്കേണ്ട ഞാനാണ്. അപ്പൊ നീ കുട്ടിയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് കല്യാണം കഴിക്കാത്ത വേറെ ഒന്നുമില്ല. നമ്മളൊരു പെണ്ണിന് ഇപ്പൊ ഞാനിപ്പോ ഒരു സിനിമ ഫീൽഡിലാണെന്നും പറഞ്ഞ് ഞാനൊന്നും ആയിട്ടില്ല. നമ്മളൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് വരുമ്പോ അവൾ ഒരുപാട് പ്രതീക്ഷയോടെ ആയിരിക്കും വരുന്നത്. ആ പ്രതീക്ഷ മൊത്തം നഷ്ടപ്പെടും എന്നെ കല്യാണം കഴിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം ഞാനൊരു വണ്ടി പോലും ഇല്ല, വാടകയ്ക്കാണ് ഓട്ടോ ഓടണ. അതുകൊണ്ടിട്ട് സിനിമയിലും ഒന്നും ആയിട്ടുമില്ല. ആകെ ഇങ്ങനെ ഈ റിവ്യൂ പറഞ്ഞ് അത് പറഞ്ഞ് ഇങ്ങനെ വൈറലായിട്ടെന്ന് മാത്രമേ ഉള്ളൂ. വരുമാനം ഒന്നുമില്ല. അപ്പൊ നമ്മളൊരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കുമ്പോ അവൾ ഒരുപാട് പ്രതീക്ഷയോടെ ആയിരിക്കും നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പൊ എന്തിനാണ് നമ്മൾ ആ പെൺകുട്ടിയുടെ ലൈഫ് തകർക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പ്രപ്പോസൽ. അല്ലാണ്ട് വരുന്നുണ്ട്, പക്ഷെ ഞാനൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാര്യം ഞാൻ എങ്ങും എത്തിയിട്ടില്ല. ഞാൻ 2-3 പെൺപിള്ളേർ എന്നോട് ഒന്ന് ചോദിച്ചായിരുന്നു മാരേജ് കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ എങ്ങും എത്തിയിട്ടില്ല. പിന്നെ തന്നെ കല്യാണം കഴിച്ചാൽ തനിക്ക് കഷ്ടകാലം ഒരിക്കും, എന്നെ നോക്കണം. അപ്പൊ എന്തിനാണ് പൊന്നുമോളെ വേറൊരു ലൈഫും മോള് നോക്കിക്കോ. ഞാൻ സിനിമ ഫീൽഡിലൊന്ന് എത്തി പച്ച പിടിച്ച് അരി മേടിക്കാനുള്ള കാശാകുമ്പോ ഞാൻ നോക്കാം. അല്ലാതെ മോളെ ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ 2-3 എണ്ണം ഞാൻ പറഞ്ഞു വിട്ടു. പെൺപിള്ളേരെ തന്നെ 2-3 വന്നായിരുന്നു എനിക്ക്. 15 ദിവസം എന്ന് വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ അവിടെ പോയിട്ട് ആള് ഒരു പെണ്ണ് വിളിച്ചു വരുത്തിച്ചിട്ട് അവിടെ വെറുതെ വായും പൊളിച്ച് നിൽക്കണ്ടായി അല്ലെ കുറെ നേരം. ഞാൻ പറയട്ടെ, എന്തിനാണ് ഈ പെൺപിള്ളേരുടെ എനിക്ക് പറയാനുള്ളത്, ഇവൻ എന്തിനാണ് പറ്റിക്കണത്? ഇവൻ എന്ന് വെച്ചാൽ ഇവന് അങ്ങനെ പറ്റിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഫേക്കാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 2 മണിക്കൂറോളം തേവരയിൽ വന്ന് നിന്ന് ഒരു പെണ്ണിനെ കാണാനായിട്ട് ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കിയില്ല. ലാസ്റ്റ് അവിടെ തിരിച്ച് ബസ്സിൽ പോകുന്നു. എന്തിനാണ് നിങ്ങൾ ഇതിനെ കളിയാക്കണത്? ചെയ്യാലോ. ഇപ്പൊ ഞങ്ങൾ നമ്മുടെ ലിപ് ലോക്ക് വീഡിയോ ജീവിതത്തിൽ ഞാൻ ചെയ്യാത്ത പരിപാടിയാണ് അന്ന് ഇറങ്ങിയത്. ഞാൻ പിന്നെ അതിനെ കുറിച്ച് പ്രതികരിച്ചൊന്നുമില്ല. എന്ത് നമുക്ക് അറിയാലോ ഇതിനെ കുറിച്ചിട്ട്. ഇവരോട് ഒരു ഉപദേശം ഞാൻ പറയുന്നത്, പല പെൺപിള്ളേരും വിളിക്കും, പോകരുത്. കാര്യം എന്താ വെച്ചാൽ ഇവന്റെ ഇപ്പൊ അത്യാവശ്യം ക്യാഷ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരുപാട് പേര് വിളിച്ച് ലോക്കാക്കാൻ സാധ്യതയുണ്ട്. ലോക്കാക്കാൻ സാധ്യതയുണ്ട്. പെൺപിള്ളേര് വിളിക്കുന്ന ഇവന്റെ പരിപാടി വെച്ചാൽ കൂടെ ആരും കൊണ്ടുപോകില്ല. ഞാനപ്പോ ഇവനോട് എപ്പോഴും പറയണതാ, ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, പോയി ചാടരുത്. ഇടിക്കാൻ വേണ്ടി പെണ്ണിന്റെ പേരിൽ പോയി കഴിഞ്ഞാൽ ഒരു അപകടമല്ലേ ശരിക്കും പറഞ്ഞാൽ. ഇനി അത് പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കും. ഇനിയിപ്പോ വലിയ മാളുകളിൽ മാത്രമേ വിളിച്ചു വരുത്തുള്ളൂ. ഇങ്ങോട്ട് വരാൻ പറയാം, എന്നിട്ട് കാണാന്ന് പറയാം. അപ്പൊ കുഴപ്പമില്ല. അളഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ. അല്ല, ഒരുപാട് ഇടിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് ഇവനാ. എനിക്കെന്നെ 2-3 പ്രോഗ്രാം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത്, ഞാൻ നുണ പറഞ്ഞല്ല, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇവനൊന്ന് ഇവിടെ കൊണ്ടുവന്ന് തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടൊന്നും നന്ദി കാണിക്കാത്ത ഒരു പരിപാടി ഞാൻ നിൽക്കില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ എനിക്ക് അവൻ്റെ 2 കൊടുക്കാനാണെന്ന് പറയും. അവന്റെ വീഡിയോസും അവന്റെ ഇന്റർവ്യൂ അത് കണ്ട ആൾക്കാർക്ക് ചൊറിയുന്നുണ്ട്. അപ്പൊ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അവരൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവരുമോ, തനിക്ക് വേണമെങ്കിൽ പൈസ തരാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു പണിയും നടക്കൂലെന്ന് പറഞ്ഞു. എനിക്ക് ആ പരിപാടിക്ക് പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ എന്നെ കൂടെ നിർത്തിയിട്ടുള്ള ഒരാളാ. ഇത്ര സിനിമയിൽ അഭിനയിച്ചിട്ട് 10 പേർക്ക് എന്നെ തിരിച്ചറിയില്ല. എന്തൊക്കെ കോമാളിത്തരം കാണിച്ചാലും അവൻ എന്നെ കൂടെ നിർത്തിയതാ. അതുകൊണ്ട് അവനെ ഞാൻ ഒരിക്കലും ഞാൻ ചതിക്കൂല. അതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കുകയില്ല. പിന്നെ അവനെ തല്ലാൻ വന്നവരി എന്നെ തല്ലിയിട്ട് അവനെ തല്ലാൻ പറ്റുള്ളൂ, അത് വേറൊരു കാര്യം. അല്ലാണ്ട് അവനെ തൊടാനും പറ്റൂല. ഞാൻ വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണം അവനെ എന്തെങ്കിലും ചെയ്യാം. അല്ലാണ്ട് ഞാനുള്ളപ്പോൾ സമയത്ത് അവനെ തല്ലാനോ പിടിക്കാനോ ചെന്ന് കഴിഞ്ഞാൽ അവനൊരു പാവം ചെക്കനാണ്. പക്ഷെ അവന്റെ കൂടെ ഉള്ളത് പാവമല്ല. ഇപ്പോഴും ഞാൻ പറയണത് ഫേക്ക് ഐഡി ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ നല്ല രീതിയിലുള്ള ഗൾഫ് അപ്പോഴ്സിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഓക്കെ ആണെങ്കിൽ കിട്ടും. പിന്നെ ഈ മൈനറായിട്ടുള്ള ആൾക്കാർ വരെ പ്രപ്പോസ് ചെയ്യാൻ വരുന്നുണ്ട്. അത് തെണ്ടിത്തരമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പെൺപിള്ളേരല്ല വരുന്നത്, അവരുടെ ഗാർഡിയൻസാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ആങ്ങളമാരെ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം മറ്റേ 2009 ജനിച്ചൊരു കൊച്ചിൻ്റെ പ്രപ്പോസൽ വന്നു. അതൊക്കെ വൾഗറല്ലേ. കാരണം ഒന്നാമത് ഇന്നാളത് നമ്മുടെ വിജയ മച്ചാൻ പോസ്കോ കേസിലൊക്കെ പോയതാണ്. അതുപോലെ തന്നെ പോസ്കോ കേസിൽ കൊടുക്കാൻ വരെ ആൾക്കാർ നോക്കുന്നുണ്ട്. കാരണം ഇന്നാളെ കൊടുങ്ങല്ലൂർ വിളിച്ച് പെണ്ണ് കാണാൻ വേണ്ടി. എന്നിട്ട് അവിടെയും ഞാൻ നോക്കിയപ്പോൾ ഒരു പോലീസ് ജീപ്പ്. അപ്പോൾ എന്നിട്ട് പിള്ളേർ വന്ന് സെൽഫി എടുക്കാൻ പോയി. ഒരു പെണ്ണ് വന്ന് അതിൻ്റെ മേത്തേക്ക് വീഴാൻ പോയി. ഞാൻ പിന്നെ മാർക്ക് മാറ്റി. എനിക്ക് പിന്നെ ഈ ബുദ്ധി ഇല്ലായ്മ ചില സമയത്ത് എനിക്ക് വീഡിയോയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ റിയൽ ലൈഫിൽ ബുദ്ധി കൂടുതലാണ്. എനിക്ക് കുറച്ചൊക്കെ കോമൺ സെൻസോടെ പ്രവർത്തിക്കുകയുള്ളൂ. കോമൺ സെൻസ് ഇല്ലാണ്ട് പ്രവർത്തിക്കുന്ന ചില സന്ദർഭങ്ങളിൽ നമ്മൾ കൈവിട്ട് പോകുന്നതാണ്. ചില ഡാൻസും പരിപാടികൾ കോമിക്കുന്നതാണ്.
അപ്പോൾ അതേ വെച്ച് നോക്കി നമ്മളെ റിയലൈസ് ചെയ്ത് കാണിക്കരുത്. നമ്മൾ റിയൽ ലൈഫിൽ പക്ക ഡിഫിക്കൽട്ടാണ്. ഒരു പെട്ടെന്ന് ദേഷ്യം വരും, അതേപോലെ പെട്ടെന്ന് സോഫ്റ്റും ആവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങോട്ട് എങ്ങനെയാണ് പെണ്ണുങ്ങൾ ബിഹേവ് ചെയ്യുന്നത് അതേപോലെ തിരിച്ചും റിയാക്ട് ചെയ്യും. ഇപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് സിനിമ വിനീത് ശ്രീനിവാസന്റെ ജാതി ജാതകം എന്ന് പറഞ്ഞ സിനിമ കറക്റ്റ് അലിൻ ജോസിനെ ബേസ് ചെയ്തെടുത്ത ഒരു സിനിമ പോലെ തോന്നുന്നുണ്ട്. എന്താ അങ്ങനെ തോന്നാൻ കാര്യം? അല്ല, ഇപ്പൊ കമന്റ്സിലെ എല്ലാവരും ഇപ്പൊ പറയുന്നുണ്ടായി അലിൻ ജോസിന്റെ കഥയല്ലേ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായി. അതായത് ലുക്ക്, അതിലുള്ള വിനീതിന്റെ ലുക്ക് ആയാലും അതിലുള്ള എല്ലാം വിനീതിന്റെ ആക്ഷനും വിനീതിന്റെ ക്യാരക്ടറും എല്ലാം അലിൻ ജോസിന്റെ ഒരു സ്റ്റൈലായിട്ട് മാറിയിട്ടുണ്ട്. ശരിയാണ്. സിനിമ കണ്ടിരുന്നു, കരഞ്ഞിരുന്നു കണ്ടിട്ട്. സിനിമ കണ്ട് സാധാരണ കരയാറില്ല, ഭയങ്കര കരച്ചിൽ വന്നു. കാരണം അതില് കളിയാക്കി ഇറക്കിയ പോലെ തോന്നി. കാരണം ലുക്ക് വൈസ് നടക്കുന്ന രീതിയൊക്കെ താറാവ് നടക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞ അതില് പറയുന്നുണ്ട്. പിന്നെ വെളുത്ത പെണ്ണിനായിട്ട് കല്യാണം കഴിക്കുള്ളൂ എന്നുള്ള രീതിയിലും അതിൽ പറയുന്നുണ്ട്. അത് കോപ്പിയടിയാ ശരിക്കും. അത് നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ച കഥയാണെങ്കിൽ അതൊരു കോപ്പിയടിയാണ്. കാരണം വിനീത് എന്ന് പറഞ്ഞാൽ പുള്ളി നല്ല ആക്ടറാണ്. പക്ഷേ കുറുക്കിന് ശേഷം ഒരു കോമഡി സിനിമ വന്നപ്പോൾ ഇത്രത്തോളം നമ്മുടെ റിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അത് ജാതകമാണ്. പെണ്ണ് കാണലും കല്യാണം കഴിക്കാൻ പോകുന്നു, കെട്ടാൻ പറ്റുന്നില്ല. അതുപോലെ എനിക്ക് എന്റെ ലൈഫിലും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സൗന്ദര്യം വേണം, ജോലി വേണം, പല്ലിന്റെ കാര്യമൊക്കെ എനിക്ക് അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതിനകത്ത് കാണിക്കുന്നുണ്ടല്ലോ, അതിനകത്ത് ലാസ്റ്റ് പെണ്ണ് കിട്ടാൻ പെണ്ണ് അവസാനം നടക്കുന്നില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പെണ്ണുമില്ലാത്ത അവസ്ഥയിലാണ് കാണിക്കുന്നത്. അതേപോലെയാണ് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിലും. കാരണം ആ പുള്ളി 35 വയസ്സ് കഴിഞ്ഞ ക്യാരക്ടർ നമ്മളിപ്പോൾ 23 വയസ്സിലും വൈറലായത് കൊണ്ട് ഒരുപാട് പേര് നമ്മളെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഇടക്കൂച്ചി എന്ന് പറയുന്ന നഗരത്തിൽ നിന്ന് വിട്ടു നിന്നാൽ കൊള്ളുന്നുണ്ട്. കാരണം ഇപ്പോൾ പലപ്പോഴും ഞാൻ വിട്ടു നിൽക്കാറുള്ളൂ, ഒരു റൂമൊക്കെ എടുത്ത് താമസിക്കും. കാരണം ഒരുപാട് ചോദ്യങ്ങളാണെന്ന്. കെട്ടുന്നില്ല. അത് ഈ ലൈവ് ഇട്ടതിന് ശേഷമല്ല കേട്ടോ ചോദിക്കുന്നത്. ലൈവ് ഇടുന്നതിന് മുന്നേ തന്നെ ഒരുപാട് മാനസികമായിട്ടുള്ള പിരിമുഖം ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ അതിലേക്ക് ഇറങ്ങിയത്. കാരണം എടക്കൂച്ചിയിൽ കഴിഞ്ഞ ദിവസം ഒരു ചെക്കൻ്റെ കല്യാണം നടന്നു. 30 വയസ്സ് ആയിട്ടുള്ള ചെക്കൻ്റെ. കാരണം ഒരുപാട് പേർക്ക് കല്യാണം നടക്കാനുണ്ട് ചെക്കന്മാർക്ക് ഇടക്കൂച്ചിയിൽ. അപ്പോൾ ഒരു ചെക്കൻ്റെ കല്യാണം നടന്നപ്പോൾ എന്നെ കളിയാക്കി, നിന്റെ എപ്പോഴാടാ, നിനക്ക് പെണ്ണില്ലല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്കൊരു 30 വയസ്സിനുള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണെങ്കിലും ചിലപ്പോൾ ഈ വർഷം ഈ ഏപ്രിലിൽ നടക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആയിട്ടുള്ള ലെവലിലൊക്കെ പഠിക്കാൻ കാര്യങ്ങളിലൊക്കെ പോകുന്ന ആ സിനിമയില് വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് വിനീതിന് കിട്ടുന്നില്ല. അതേപോലെ ബ്രോയ്ക്കും വീട്ടിൽ നിന്ന് കിട്ടാതിരിക്കാറുണ്ടോ? അതായത് വീട്ടിൽ നിന്നും പെണ്ണ് ആലോചിക്കാതെ ഇരിക്കുക, അല്ലെങ്കിൽ വീട്ടുകാരെ തന്നെ കുറ്റം പറയാ. പെണ്ണാലോചിക്കേണ്ട പ്രായമായിട്ടില്ല, പക്ഷേ നമ്മുടെ ഒരു ശരീരം നമ്മള് വയസ്സ് തോന്നിക്കുന്നുണ്ട്. എൻ്റെ ശരീരം, എൻ്റെ ഒരു കൈയും കാലൊക്കെ ഒരു 10-35 വയസ്സ് മുകളിലുള്ള ഒരു ആളെ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ആധാർ കാർഡ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് കമന്റ് വന്നിരുന്നു. അതായത് ബ്രോയ്ക്ക് ഇപ്പൊ 23 വയസ്സല്ല 35 വയസ്സുണ്ടെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ഇപ്പൊ ടോക്ക് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയത്. കാരണം നമ്മൾ എങ്ങനെയെങ്കിലും ഈ പ്രായത്തിൽ കെട്ടിയില്ലെങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ പുള്ളിയുടെ പറഞ്ഞില്ല 20 വയസ്സിൽ മരിച്ചു എന്നൊക്കെ പറഞ്ഞ സാധനം വന്നല്ലോ ആ സിനിമയിൽ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു ആരോഗ്യമുള്ള പ്രായത്തിൽ തന്നെ നമുക്ക് കല്യാണം കഴിക്കണമെന്നൊരു താല്പര്യമുണ്ട്. കാരണം എൻ്റെ ഒരു അങ്കിളെ 35 വയസ്സായപ്പോൾ മരിച്ചുപോയി. കല്യാണം കഴിച്ചിട്ട് ഒരു പോലീസുകാരാണ്, മേജു എന്ന പേര്. പുള്ളി മരിച്ചു പോയപ്പോൾ നമുക്ക് സങ്കടം വന്നു. പക്ഷേ നമ്മൾ അതുകൊണ്ട് ഒരു പേടിയുണ്ട്. ഇന്നത്തെ കാലത്ത് ആയുസ് കുറവാണ് ആൾക്കാർക്ക്. കാരണം ഡെയിലി ഫുഡ് ഹാബിറ്റ്സും എല്ലാം കാരണം അതുകൊണ്ട് മാത്രമല്ല അതൊരു പേടി മാത്രമല്ല എങ്കിലും നമുക്കിപ്പോൾ ഞാൻ നാളെ മരിച്ചു പോയാലും ഒരുപാട് എന്താ പറയുക ഫാമിലി പരമായിട്ട് ഇതുണ്ട്, സ്ഥലമുണ്ട് നമുക്ക്. അപ്പോൾ അത് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് കിട്ടും സ്വത്ത്. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ആറട്ടെണ്ണം കഴിഞ്ഞ ദിവസം പറയണ്ടേ സ്വത്ത് പോകുന്നതുകൊണ്ട് പേടിയുണ്ടായി. വേറെ കാര്യം ഇവനാ കെട്ടുന്ന പെണ്ണിന്റെ ഭാഗ്യം. കാര്യം എത്ര സെന്റ് സ്ഥലം ഉണ്ടോ? മൊത്തം ഒരു 30 സെന്റ് സ്ഥലമുണ്ട്. ഇനി ഇവൻ മരിച്ചു പോയാലും ആ പെണ്ണ് പട്ടിണിയാവില്ല. 30 സെന്റ് സ്ഥലം ഇടക്കൊച്ചില് 30 സെന്റ് സ്ഥലമുണ്ട് ഇവന്. പിന്നെ ഇവന്റെ ഡാഡി ദുബായില്, മമ്മി ടീച്ചർ. ഇവൻ ചത്തുപോയാലും ആ പെണ്ണ് സേഫാ. കാര്യം 30 സെന്റ് സ്ഥലമുണ്ട്. അല്ല കാര്യം പറഞ്ഞ വേണമെങ്കിൽ ആലോചിച്ചോ, നല്ല പയ്യനാ.
അത് കറക്റ്റ് കാരണം എന്താ പറയുക 30 സെന്റ് തന്നെ ഇടക്കൂച്ചിൽ തന്നെ അല്ല, ഇടക്കൂച്ചിൽ 9 സെന്റ്, പിന്നെ തൈക്കാശ്ശേരിയിൽ 10 സെന്റ്, പിന്നെ തങ്കിയിൽ അമ്മയുടെ ഒരു ഭാഗം കിട്ടാൻ പോകേണ്ട 15 സെന്റ്. അപ്പം അങ്ങനെ ടോട്ടൽ ഒരു 30 സെന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അതിൽ നിന്നൊക്കെ ഒരു ഏതെങ്കിലും ഒരു സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു ഭാവിയിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സെറ്റിൽ ആകാൻ പറ്റുമല്ലോ. വേണമെങ്കിൽ ഇപ്പം എനിക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടിൽ പോയി നിൽക്കാനാണ് പ്ലാനുള്ളത്. അതിനെ കുറിച്ച് പറയാം. സാധാരണ നമ്മള് കല്യാണം കഴിഞ്ഞാൽ നമ്മള് സാധാരണ നമ്മുടെ വീട്ടിലേക്കാണ് പെണ്ണിനെ കൊണ്ടുവരുക. പക്ഷെ ഇതിൽ വേറെ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഈ കല്യാണം കഴിക്കുന്ന പെണ്ണിന്റെ ഭാഗ്യം എന്ന് പറയാ അലിൻ ജോസ് പെരേര ആ പെണ്ണിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ തയ്യാറാണ്. അത് നമ്മുടെ സമ്പ്രദായം തന്നെ മാറുകയാണ്. കാരണം എന്താ വെച്ചാൽ സാധാരണ നമ്മൾ കല്യാണം കഴിച്ച് പെണ്ണിനെ ഇങ്ങാടാ കൊണ്ടുവന്ന, ഇത് ഞങ്ങൾ കല്യാണം കഴിച്ച് ഞങ്ങളുടെ കൊച്ചിനെ പയ്യനെ പെണ്ണിന്റെ വീട്ടിലേക്ക് വിടുകയാണ്. അപ്പൊ ആ പെണ്ണിന്റെ വീട്ടുകാർക്ക് ഒരു സന്തോഷം. പെണ്ണ് എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാം, ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാം, ബീഫ് കറി, മീൻ കറി, അങ്ങനെയുള്ള പാചകമൊക്കെ അറിയാം അത്യാവശ്യം. ടേസ്റ്റ് കുറവാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇപ്പൊ കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ ഭാഗ്യം എന്നല്ല പറയാം. കാര്യം ഒരാണുങ്ങളും നമ്മളെപ്പോലത്തെ ഒരാണുങ്ങളും ഒരിക്കലും ഒരു പെണ്ണിന്റെ വീട്ടിൽ പോയി അന്തസ്സായിട്ട് നിക്കൂല. പക്ഷെ ഇവൻ നിക്കും. പിന്നെ പെണ്ണിന് നെയ്പോളിഷ് അടിച്ചു കൊടുക്കുക, തുണി അലക്കും, പാത്രം കഴുകും, വിറക് കീറും, എല്ലാം ചെയ്യും. വിറക് കീറൂലട്ടോ, പാത്രം ഗ്യാസ് ഉറപ്പുണ്ടല്ലോ, പരിപാടി ചെയ്തില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ചെയ്യേണ്ടി. അലക്കലൊക്കെ ചെയ്യാൻ പറ്റും, വാഷിംഗ് മെഷീനൊക്കെ. വേർക്കാത്ത പണി ചെയ്യില്ല എന്ന് നീ പറയരുത്. അത് എന്നാലും കുടുംബത്തുള്ള അത്യാവശ്യം പണി ഇപ്പൊ മുറ്റോടിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല, വീടിന്റെ ഉള്ളിലേക്ക് അടിക്കാൻ എനിക്ക് അറിയാം അത്യാവശ്യം. കല്യാണം കഴിക്കുന്ന പെണ്ണിനൊരു ഭാഗ്യം ആയിരിക്കും അത്. കാരണം എനിക്ക് സ്ഥലത്തിന്റെ വിലയില്ല. മറ്റേ പെണ്ണിനെ കൊണ്ട് അടുക്കള ജോലി ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ പാത്രം കഴുകാനോ അല്ലെങ്കിൽ സ്വന്തം തുണി അലക്കി തരാനോ ഷടി അലക്കി തരാനോ ഒന്നും അല്ല കൊണ്ടുവന്നു. ഞാൻ ചെയ്യും, സ്വന്തമായിട്ട് ചെയ്യും. കാരണം എനിക്കൊരു എന്താ പറയാ ഓൺ ആറ്റിറ്റ്യൂഡാ, സ്വയം പരിഭാവത്തെയാണ്. പിന്നെ അവർക്ക് പെൺകുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പാചകത്തിലൊക്കെ സഹായിക്കാം, അത്രേ ഉള്ളൂ. ഒരു ചായ ഇട്ട് തന്നാൽ രാവിലെ നല്ലത്, സ്വന്തം കയ്യിലൊരു ചായ ഇട്ട് ഭർത്താവ് തരികയാണെങ്കിൽ നല്ലത്. പിന്നെ ഏറ്റവും നല്ല ഭാഗ്യം ഒരു പെണ്ണിനെ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ പെണ്ണിന്റെ വീട്ടുകാര് വിട്ടു പോകണ്ട. കാരണം എനിക്ക് കാരണം ഞാൻ പാചകം ചെയ്യാൻ താല്പര്യപ്പെടുന്ന വേറൊരു കാര്യമുണ്ട്. കാരണം സ്വന്തമായിട്ട് പാചകം ചെയ്യുമ്പോൾ വിഷമിടുന്നത് പേടിക്കണ്ടല്ലോ. വിഷം ഗ്രീഷ്മയുടെ സംഭവമില്ല, അതെനിക്ക് പേടിയുണ്ട്. കാരണം എനിക്ക് ഈ വിഷം തന്നു കൊല്ലുന്നത് അത് ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ പാചകം ചെയ്തോളാം ദൈവത്തോർത്ത്. അതാണ് ഞാൻ പറഞ്ഞേ, പാചകം ഞാൻ ആദ്യം കഴിച്ചോളാം, ടെസ്റ്റ് ആയിട്ട് അത് അവരുടെ കൂടെ ഉണ്ടാവില്ല. കാര്യം ഇവരൊന്നും പറ്റരുതല്ല. ഭാര്യനെ തല്ലേണ്ട ആവശ്യമില്ലല്ലോ, ടോക്സിക് ആയിട്ടുള്ള ആളല്ല. എനിക്ക് അത് തന്നെ പുള്ളി പറഞ്ഞ പോലെ എന്നെ തല്ലിയാലും തല്ലില്ല. പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ രണ്ടെണ്ണം പറയും, വാഗുണ്ട്. അല്ലാണ്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഇവന്റെ ആയുധം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, നാക്ക്. പിന്നെ എന്റെ വീട്ടിലുള്ള സംഭവം ഉണ്ടായത്, ഇത് ടേബിളില്ലേ, ഒന്ന് സൂം ചെയ്ത് ആ ടേബിളിലേക്ക് സൂം ചെയ്ത് ഗ്ലാസ് ഉള്ള ടേബിള് ടീപ്പോ അത് അടിച്ചു പൊട്ടിച്ചാളാ എന്റെ അപ്പൻ അമ്മേനെ ഭീഷണിപ്പെടുത്താനായിട്ട്. അപ്പൊ അത് അങ്ങനത്തെ ഒരു സംഭവം എന്റെ ലൈഫിൽ ഉണ്ടാവില്ല. കാരണം ഞാൻ പക്കാ ഡീസന്റാ, എക്സ്ട്രാ ഡീസന്റാന്ന് പറയാം. നിങ്ങളൊരു 10 അടി അടിച്ചാലും ഒരടി പോലും അവൻ തിരിച്ചടിക്കൂല. ആ ഒരു കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി പറയാം. കാരണം ഒരു പെണ്ണിന്റെ സാരത്തുമ്പിൽ കെട്ടിയിരുന്ന പാവനെ പോയല്ല, ഒരു അടിമേനെ പോലെ ഉണ്ടാവും. അതുകൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൊള്ളാം, ഇത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മള് കയ്യാൻ കളിയാവുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെയ്യില്ല. കാരണം എനിക്ക് ഈ പെണ്ണുങ്ങളെ പേടിയുണ്ട്, ഈ പീഡനം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ പെണ്ണുങ്ങളുടെ കയ്യിലാണല്ലോ കാലം. കാര്യം ഇപ്പൊ നമ്മളെന്ത് ചെയ്താലും അവരുകൊണ്ട് കേസ് കൊടുത്താൽ നമ്മുടെ തലയില്ല. അതുകൊണ്ടിട്ട് പരമാവധി പെണ്ണുങ്ങൾ പറയാനായിട്ട് നീ അവരുടെ വീട്ടിലെ പണിയൊക്കെ എടുത്ത് അന്തസ്സായിട്ട് ജീവിക്കാൻ നോക്കും. അങ്ങനെയുള്ളൊരു പെണ്ണ് വരികയാണെങ്കിൽ നമ്മൾ ഓക്കെ ആയിട്ട് ചെയ്യും. നമ്മൾ സ്ത്രീധനം ചോദിക്കില്ല. കാരണം സ്ത്രീധനം വാങ്ങുന്നത് കൊടുക്കുന്നത് കുറ്റകരമാണ്. പക്ഷെ എന്തെങ്കിലും ഒരു സ്വർണം അതല്ല പെണ്ണിന്റെ കൈത്തിൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പെണ്ണിന് എന്തെങ്കിലും തോന്നാ പെണ്ണ് തന്നെ ഉപയോഗിച്ചോളൂ. അല്ലാണ്ട് നമ്മള് അപ്പൊ ആ പെണ്ണ് തന്നെ ഉപയോഗിക്കാല്ല, പെണ്ണിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കാണ്ടിരിക്കാം. ഇതിപ്പോ പെണ്ണുങ്ങളുടെ ഇടയിൽ ടോക്ക് ഉണ്ട്, ഇതിപ്പോ കല്യാണത്തിന് മുമ്പ് സെറ്റ് ആവാൻ വേണ്ടി കല്യാണം കഴിക്കാൻ വേണ്ടി ആണുങ്ങൾ പറയുന്ന ഒരുപാട് വിടുവായിത്തരാണ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെ. അത് കല്യാണം കഴിഞ്ഞതിന് ചേഞ്ച് ആവുമെന്ന് തോന്നുന്നുണ്ട്. അതായത് താങ്കളുടെ സ്വഭാവം ഇല്ല. എനിക്ക് മറ്റേ വലിയ വലിയ സ്വപ്നങ്ങളില്ലല്ലോ. കാരണം എനിക്ക്
ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ കാർ മേടിക്കാൻ പോകുന്നുണ്ട്. പിന്നെ കാറ് ശ്രീധരൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പിന്നെ എനിക്ക് മറ്റേ എന്താ പറയുക, ഭാര്യ സ്വന്തം മറ്റേ ഇപ്പോൾ മകളെ കെട്ടിച്ചു വിടുമ്പോൾ ഒരു വീടൊക്കെ സ്വന്തമായിട്ടൊക്കെ കിട്ടിയാൽ നമ്മൾ താമസിക്കാം വീട്ടിൽ, മനസ്സിലായോ? ഒരു വീട് സ്വന്തമായിട്ടൊക്കെ വെച്ച് വന്നാൽ, അല്ലാണ്ട് നമുക്ക് അങ്ങോട്ട് നിർബന്ധിക്കുകയൊന്നുമില്ല. നമ്മൾ ഒന്നെങ്കിൽ ഭാര്യ വീട്ടിൽ ഇപ്പോൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഓഹരിയൊക്കെ മേടിച്ചിട്ട് വീട് വെച്ച് താമസിക്കും. അങ്ങനെയൊക്കെ പ്ലാനിങ്. വീട്ടിൻ്റെ ഓഹരി കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞില്ലേ, 1.5 കോടി രൂപ എനിക്ക് കിട്ടാനുണ്ട്. അതിൽ 50 ലക്ഷം രൂപയെങ്കിലും എനിക്ക് കിട്ടേണ്ടതാണ്. അത് കോടതിക്ക് കേസ് പറഞ്ഞാൽ നിസ്സാരമായിട്ട് കിട്ടും.